കോഴിക്കോട് ഉള്ളിയേരിയിൽ തെരുവുനായയുടെ തലയിൽ പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നായയെ രക്ഷിക്കാൻ ശ്രമം നടക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ഫയർഫോഴ്സിന്റെ സഹായവും തേടും. ഇത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്നലെ ഒരു പൂച്ചയെ രക്ഷിക്കാനുള്ള ദൗത്യം നമ്മൾ കൊച്ചിയിൽ കണ്ടതാണ്. അഞ്ജന സുകുമാരനുണ്ട്. അഞ്ജന, ഈ തെരുവുനായുടെ തലയിൽ പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി അതിങ്ങനെ ഓടി നടക്കുകയാണ്. അതെടുത്ത് മാറ്റാൻ ഇതുവരെയും കഴിഞ്ഞില്ലേ? ഉള്ളേരി മേഖലയിലാണ് തലയിൽ പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങിയ നിലയിൽ തെരുവുനായയെ കണ്ടത്. അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നായ ഇത്തരത്തിൽ നടക്കുന്നത് നാട്ടുകാർ കാണുന്നത്. നാട്ടുകാർ തന്നെ ഇതിനെ രക്ഷിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി. കഴിഞ്ഞ 5 ദിവസമായി ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പാത്രം നായയുടെ തലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നായയ്ക്ക് ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാൻ പറ്റുന്നുമില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് ഏതായാലും നായ ഉള്ളത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നായയെ രക്ഷിക്കാൻ ശ്രമം നടന്നെങ്കിലും അത് പല തവണ വിഫലമാവുകയായിരുന്നു ആ ശ്രമം. ഈ പ്ലാസ്റ്റിക് പാത്രം തലയിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ നായയ്ക്ക് കണ്ണ് കാണാനും പറ്റുന്നില്ല. അപ്പോൾ അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. ഈ നാട്ടുകാർ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആണെന്നതിന് മനസ്സിലാകുന്നുമില്ല. അത് ഓടിപ്പോവുകയാണ്. പലപ്പോഴും ഇത്തരത്തിൽ വലയിട്ടൊക്കെ നായയെ പിടിച്ച് ഈ പ്ലാസ്റ്റിക് പാത്രം മാറ്റാനുള്ള ശ്രമമൊക്കെ നാട്ടുകാർ നടത്തിയെങ്കിലും അതൊക്കെ തന്നെയും വിഫലമാവുകയായിരുന്നു. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാനും ദിവസം മുമ്പാണ് ഈ ഒരു നായ പ്രസവിച്ചത്. ആ പ്രസവത്തിൽ 3 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ തലയിൽ പാത്രം കുടുങ്ങിയത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നായ്ക്ക് എത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നായ്ക്ക് എത്താൻ സാധിക്കാത്തതിനാൽ തന്നെ ഈ കുട്ടികൾ ചത്തുപോവുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ നായ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് നാട്ടുകാർക്കൊക്കെ സുപരിചിതമായിരുന്ന ഒരു നായ കൂടിയായിരുന്നു ഇത്. വലിയ ഉപദ്രവകാരിയോ അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു നായൊന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് ഇത്തരത്തിൽ ഏറെ വിഷമമുണ്ട് പലർക്കും ഇത്തരത്തിൽ ഒരു കാഴ്ച കാണുമ്പോൾ. ഈ നായയെ എടുത്ത് മാറ്റാൻ ഇപ്പോൾ കുറെ ദിവസമായി കണ്ടു. അതിനെ എടുത്തു മാറ്റാൻ ഇത്ര താമസം എന്താണ്? അത് നാട്ടുകാർ അതിനെ സഹായിക്കാൻ വേണ്ടി അതിനടുത്തേക്ക് പോകുമ്പോൾ അത് ഓടി മാറുകയാണ്. അത് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. വല ഉപയോഗിച്ച് മറ്റുമൊക്കെ ഇതിനെ പിടികൂടി ആ ഒരു പാത്രം മാറ്റാനുള്ള ശ്രമമൊക്കെ നാട്ടുകാർ നടത്തി. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ഒരു ഫയർഫോഴ്സിന്റെ സഹായം കൂടെ തേടാനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിഷൻ ഡോഗ് റെസ്ക്യൂ എന്ന പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടെ ഈ നാട്ടുകാരൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പരമാവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാനാണ് ഏതായാലും നാട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. രതീഷ്, ശരി. അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.